السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. ബഹുമാനമുള്ള സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് ಕೇಂದ್ರ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರೇ, ಘಟಕದ നേതാക്കന്മാരെ, സദസ്സിലുള്ളതായ സഹോദരന്മാരെ, സഹോദരിമാരെ, ಹಿರಿಯങ്ങളെ, ദൂരത്തിൽ നിന്നും മുട്ടത്തിൽ നിന്നും ഈ ശബ്ദത്തിലെ കേൾക്കുന്നതായ വീക്ഷിക്കുന്നതായ എല്ലാ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രോഗ്രാമിനെ, ഈ മജ്ലിസിനെ അല്ലാഹു തൃപ്തിപ്പെട്ടതായ നിലക്കാക്കി തീർക്കട്ടെ. നാളെ പരലോകത്തിൽ വലിയ ഒരു സത്കർമ്മത്തിൻ്റെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം ഈ റായത്തുക്ക് തൗഹീദിനെ ബെൽച്ചെത്തുള്ളതായ ഒരു കാരണമാക്കിയിട്ട് അല്ലാഹു തീർക്കട്ടെ. ಇದಕ್ಕೆ ಬೇನಾಯಿತು നല്ലോണം പണം കൊണ്ടുത്തും തടി കൊണ്ടുത്തും സഹായിച്ച് സഹകരിച്ചതായ ആൾമാരുള്ളാർ. അള്ളാഹു അങ്കെല്ലാവർക്കും തക്കതായ പ്രതിഫലം അള്ളാഹു താല കൊടുത്തു അനുഗ്രഹിക്കട്ടെ. ಅಮಲು ಪದಾರ್ಥಕ್ಕೆ ಬಲಿಯಾಗುತ್ತಿರುವ ಯುವ ಸಮೂಹ ಚೆಲ್ಲರದಾಯ ವಿಷಯತಿಕರು ഇവിടെ ചില ആൾമാർ സംശയിക്കുവാറ്, അമലു പദാർത്ഥത്തിക്ക് ബലിയാവുടത് ബാലക്കാർ മാത്രമാ, ഒരിക്കലുമല്ല. യൗവനത്തിക്ക് മുന്നിലുള്ളതായ ബാല്യജീവന നടത്തിയതായ സ്കൂളിലും ഹൈസ്കൂളിലും പഠിക്കുന്നതായ മക്ക, അതേപോലെ മധ്യവയസ്സിലുള്ളതായ ധാരാളമായിട്ടുള്ളതായ ആൾമാർ ഇതുപോലെയുള്ളതായ അമലു പദാർത്ഥത്തിക്ക് ബലിയാവുടാർ. നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടുള്ള കുറെ നാളുകൾക്ക് മുന്നോളു ഒരു അജ്ജരെയും മൃഗീയമായ നിലക്ക് കൊന്നുത്തു. കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് പഠിപ്പാട്ടിയതായ വാത്സല്യത്തിൽ കൊണ്ടാട്ടത്തിൽ ബൽത്യതായ അജ്ജിരെയും കൊന്നുത്തു. ട്രെയിൻ പറ്റിത്ത് മൈക്കാലത്തേക്ക് വന്നതായ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ സംഭവ നിങ്ങളെ കേട്ടിരിക്കുവാർ. ഇങ്ങനെ ദൈനംദിനമായിട്ട് എത്രമാ ഇതുപോലെയുള്ളതായ
അമലു പദാർത്ഥത്തിക്ക് ബലിയാവുടതായ എത്ര മക്കളെയും യുവാക്കളെയും യുവതിമാരെയും ദൈനംദിനമായി ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള എന്തുകൊണ്ട് തൈറ്റിക്കർ എത്രത്തോളം അപകട ചെന്നിട്ടെങ്കിൽ സ്വന്തം ഉമ്മരെയും അബ്ബരെയും തിരിച്ചറിയാതെ അങ്ങളെ മൃഗീയമായിട്ട് കൊല്ലുകയും അവസാന ഇങ്ങളെ ജീവനത്തിരമേ നനപ്പില്ലാമാറ് ട്രെയിനിൻ്റെ അടിക്ക് തലവെക്കുകയും സമുദ്രത്തിക്ക് തുള്ളിച്ചാടുകയും ഒന്നുകും മടിക്കാത്തതായ ധാരാളമായിട്ടുള്ളതായ ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായ വാർത്തകൾ ദൈനംദിനമായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടുള്ള ഇത് ചെല്ലുമ്പോത്തുകു ഒരു സംഭവമായിത്തിക്കർ നെനപ്പ് പണ്ടത് എന്തായിത്തിക്കർ ആ സംഭവ ഇമാം ബുഖാരി തന്റെ സഹീൽ റിപ്പോർട്ടാക്കുന്നതായ ഹദീസ് 493 ഹദീസ്. ഏതായിത്തിക്കർ ഹദീസ്? ആയിഷ റളിയല്ലാഹു അൻഹ ചെൽറ് ഫസ്റ്റ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഇന്നമാ നസല അവ്വല മാ നസല മിൻഹു സൂറത്തും മിനൽ മുഫസ്സിലി ഫീഹാ ദിക്റുൽ ജന്നതി വന്നാർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ അധ്യായത്തിൽ നിന്ന് മുഫസ്സലായിട്ടുള്ളതായ അധ്യായത്തിൽ നിന്ന് ആദ്യമായിട്ട് അവതരിച്ചതായ ആയത്തുകൾ നരകത്തിലെ വിഷയത്തിലേറ്റിക്കറ്, സ്വർഗത്തിലെ വിഷയത്തിലേറ്റിക്കറ്, നരകത്തിലെ അദാബിലെ വിഷയത്തിലേറ്റിക്കറ്, ശിക്ഷയുടെ വിഷയത്തിലേറ്റിക്കറ്, സ്വർഗത്തിലെ സുഗാഡംബര ജീവിതത്തിലെ വിഷയത്തിലേറ്റിക്കറ്. ആ കാരണത്തില് ഇസ്ലാമുകു കൂട്ടമായിട്ട് ആൾമാർ കടന്നിട്ട് വന്നാർ. അള്ളാഹുരെ മനസ്സിലാക്കിയിട്ട് പ്രവാചകനെ മനസ്സിലാക്കിയിട്ട് ആൾമാർ ഇസ്ലാമുക്ക് കടന്നു പിറകു തുടങ്ങിയാർ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലുന്നതായ ഒരു ഫലക്കമുണ്ട്. ഒരു സമയ വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംറ. ഒരു സമയ ഫസ്റ്റ് നിങ്ങ കല്ല് കുടിക്കുകീറ, അമല് പദാർത്ഥത്തിക്ക് നിങ്ങ ബലിയാവുകീറ ചെന്തിന്നെങ്കിൽ ലഖാലു അങ്ങ ചെല്ലത്താറ് ലാ തദഉ ഖംറ അബദ, ഒരിക്കലും ഞങ്ങൾക്ക് കല്ലുടെ ബുടകു സാധ്യമേ അല്ല. അതേപോലെ ഒരു സമയ ഒലൗ നസല ലാ തസ്നു, നിങ്ങ വ്യഭിചരിക്കണ്ട, വ്യഭിചാരത്തിക്ക് പോവേണ്ട ചെല്ലുന്നതായ ആയത്ത് ആദ്യമായിട്ട് ഇറങ്ങി തിന്നിട്ടെങ്കിൽ ലഖാലു ആങ്ങ ചെല്ലാത്താറ് ലാ തദ്ഉ സിനാ അബദ, ഒരിക്കലും ഞങ്ങ സിനാരെ ലാ നദ്ഉ സിനാ അബദ, ഒരിക്കലും ഞങ്ങ സിനരെ ബുട്ടുപുടകില്ല, ഞങ്ങൾക്ക് ബുട്ടുപുടകു സാധ്യ അല്ല ചെന്ത് അങ്ങ ചെന്നോണ്ടിക്കത്താർ. എന്താ ഈ ചിക്കർ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതായ വിഷയ? ആദ്യമായിട്ട് അള്ളാഹുര വിഷയത്തില്, നരകത്തിലെ വിഷയത്തില്, സ്വർഗത്തിലെ വിഷയത്തില് നിരന്തരമായിട്ടുള്ളതായ പ്രബോധനമായി തിക്കറ് ആ കാലഘട്ടത്തിൽ ജീവിച്ചതായ, മദ്യത്തിന് അടിമപ്പെട്ടതായ ഒരു ജനാംഗത്തിരമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സംസ്കരിച്ചെടുത്തത്. അതുകൊണ്ടാണ് ചെന്നുകൊണ്ട് വന്നത് എപ്പൈത്തിക്കറ്
ഞങ്ങളെ മക്കളെ ആണാവട്ടെ പെണ്ണാവട്ടെ വിശുദ്ധമായ ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാനത്തിന് ഞങ്ങളെ കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലാഹു ആരാ ഇത്തിക്കിറ ആ റബ്ബിനെ കുറിച്ചിട്ടുള്ളതായ അറിവ് അങ്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കുറിച്ചിട്ടുള്ളതായ അറിവ് അങ്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഖുർആനുകും സുന്നത്തുകും അങ്ക് പ്രോത്സാഹനം കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളതായ മക്ക അത്തരത്തിലുള്ളതായ യുവ സമുദായ ഇതുപോലെയുള്ളതായ അമലു പദാർത്ഥത്തിക്ക് ബലിപശ ഉടാറ് ചെല്ലുന്നതില് യാതൊരു സംശയമില്ല. എത്രത്തോളം ചെന്നിട്ടെങ്കിൽ ഇതിനിടക്ക് ഫസ്റ്റ് PUC പഠിക്കുന്നതായ ഒരു ചെറുക്ക ഗാഞ്ചത്തുക്ക് അടിമപ്പെട്ടിട്ട് അവನು സ്കൂൾക്ക് പോകുമ്പോഴത്തേക്ക് ധരിക്കുന്നതായ സൂര ഉൽഗത്തില് ഇതിരെ ഒണിപ്പാട്ടി വെച്ചിട്ട് ഗാഞ്ച ഇട്ടിട്ട് സ്കൂൾക്ക് പോകുമ്പോഴത്തേക്ക് സ്കൂളിന്റെ മാസ്റ്റർമാർക്ക് ടീച്ചർമാർക്ക് ഉസ്താദുമാർക്ക് പിടിയാവുക തീര ചെന്നിട്ട് കണ്ണ് കിട്ടതായ ഡ്രോപ്സ് ഇതിരെയും സൂര ഉൽഗ ഒണിപ്പാട്ടി വെച്ചതായ ഒരു ചെറുക്കരെ ഞങ്ങൾ ജന്മൂന്നാള് സേരിത്ത് കുലങ്കുശമായിട്ട് തനിക്കാക്കിയതായ സന്ദർഭത്തില് ആ ചെറുക്ക ചെന്നത് എന്തിനെ ചെന്നിട്ടെങ്കിൽ ഈ കണ്ണ് ഗെയ്ത്ത് പാട്ടത് ഇത് മറന്നല്ല ഗാഞ്ച വലിച്ചിട്ട് കണ്ണ് ചോക്കുറു സ്കൂൾക്ക് പോയിട്ടെങ്കിൽ കോളേജിക്ക് പോയിട്ടെങ്കിൽ ടീച്ചർമാർക്ക് മാസ്റ്റർമാർക്ക് ഉസ്താദുമാർക്ക് ക്ലിയർ ആയിട്ട് കണ്ണ് നോക്കുമ്പോഴത്തേക്ക് പിടിയാവിടൂ അത് പിടിയാവാണ്ടിക്കൊക്കെ പേനായിട്ട് അയച്ചിക്കറ ഈ ഡ്രോപ്സ് കണ്ണ് ഗെയ്ത്ത് പാട്ടത് ഇത് ഇട്ടെങ്കിൽ കണ്ണ് ക്ലിയർ ആയിട്ട് തെളിഞ്ഞു നിൽക്കറ്. ചിന്തിക്കൊരു സഹോദരന്മാരെ, ചിന്തിക്കൊരു ഞങ്ങ എവിടേക്ക് എത്തിട്ട് അതിരെ കൊണ്ടുപോയിട്ട് അതിരെ ഫോട്ടോ എടുത്തിട്ട് വിദഗ്ധനായിട്ടുള്ളതായ ഒരു ഡോക്ടർക്ക് കാട്ടിയതായ സന്ദർഭത്തിൽ ആ ഡോക്ടർ ചെന്നതായ പലക്ക എന്തിനെ ചെന്നിട്ടെങ്കിൽ ഈ ഡ്രോപ്സ് കണ്ണുക്ക് ഇത്തുപാട്ടി ഉണ്ടെങ്കിൽ 40 വർഷം കഴിഞ്ഞിട്ടെങ്കിൽ സംശയമില്ല കൺഫേം ആയിട്ടിക്കറ് കണ്ണ് ജണ്ടും നഷ്ടപ്പെട്ടു പോവും, കണ്ണ് കാണുക സാധ്യമേ ഇല്ല. അപ്പൊ ഞാൻ കേട്ട ഡോക്ടറെ മക്കൾക്ക് ഇത് പിടിയില്ലേ, ഇതിന്റെ വിഷയത്തിലുള്ളതായ നോളേജ് ഇല്ലേ? അപ്പൊ അയാൾ ചെന്നത് ക്ലിപ്തമായിട്ടുള്ളതായ നോളേജ് ഉണ്ട്. ആയെങ്കില അങ്ങനെ ഉദ്ദേശം എന്തിനാ ഇത്തിക്കറ് 40 വർഷം ജീവിക്കണം ചെന്തല്ല കിട്ടുന്നത് 1 വർഷമെങ്കിലാവും, 2 വർഷമെങ്കിലാവും, 3 വർഷമെങ്കിലാവും, 5 വർഷമെങ്കിലാവും. ഞങ്ങളെ ഈ ജീവന കാലത്തിൽ സുഖിച്ചിട്ട് ഞങ്ങൾക്കത് തീർക്കൊണ്ടു ചെല്ലുന്നതായ ഒന്നയറ്റിക്കർ അങ്ങനെ ബ്രെയിനുക്ക് കിടക്കരുത്. അങ്ങനെ 40 വയസ്സുക്ക് ചിന്തിക്കില്ല, 50 വയസ്സുക്ക് ചിന്തിക്കില്ല. നക്ക് മങ്ങിലാവണു ചെല്ലുന്നതായ ഒരു ചിന്തയില്ല. നക്ക് പിന്നെ ഇനി കുറെ കാലം ജീവിക്കൊണ്ടു ചെല്ലുന്നതായ ഒരു ചിന്ത എന്തോ അങ്കില്ല. അവിടേക്ക് എത്തിയ സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ ചെന്നുകൊണ്ട് ಬಂದതായ വിഷയ ഇതില് ബാലക്കാർ മാത്രല്ല, ബാലകർത്തിയായിട്ടുള്ളതായ മുസ്ലിം സമുദായത്തിലുള്ളതായ എത്രമാ സഹോദരിമാർ ഇതൊക്കെ ബലിപശയായുള്ളാർ, എത്രമാ മക്ക ഉള്ളാർ, പല പേരിലും അതിന്ന് അറിയപ്പെട്ട്. ഞാൻ അതിന്റെ വിഷയத்துக்கு കടക്കില്ല. MD MA ചെല്ലുന്നതായ പേരിലും, ഗാഞ്ച ചെല്ലുന്നതായ പേരിലും, ചരസ് ചെല്ലുന്നതായ പേരിലും, അഫീം ചെല്ലുന്നതായ പേരിലും അതിരെ ക്ലിപ്തമായിട്ട് അതിരെ എക്സ്പ്ലനേഷൻ നോക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഡേഞ്ചർ ആയിട്ടിക്കറ്. അതുകൊണ്ടു ചെല്ലുള്ളത് ഞങ്ങളെ മക്കൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ളതായ ബോധന നിങ്ങൾ കൊടുക്കണം. ಅದಕ್ಕೆ ಬೇನಾയിട്ട് ಈ ಪ್ರೋಗ್ರಾಮ್ ಸಂಘಟಿಪಿಸಿದರ ಉದ್ದೇಶ
ആരെയും പരിഹസിക്കുകയായിട്ടല്ല, ആരെയും തമാശാക്കുകയായിട്ടല്ല, ആരെയും ഡോങ്കിയാക്കുകയായിട്ടല്ല, ആരെയും കീഴായിട്ട് കാണുകയായിട്ടല്ല. അങ്ങനെ ചില ആൾമാർ വിചാരിച്ചിരാറ് പള്ളിയിൽ പോലും അനൗൺസ്മെന്റ് ആക്കിയാറ് ഇണ്ട് നടക്കുന്നതായ പ്രോഗ്രാമുകൾ നിങ്ങൾ പോകുത്തീരാ, തപ്പിത്തും നിങ്ങൾ കേൾക്കുത്തീരാ, നിങ്ങൾ ഒരു നിലക്കും ಅದಕ್ಕೆ സാക്ഷിയാവുകത്തീര ചെന്നിട്ടെങ്കിൽ ഞങ്ങ പരസ്യമായിട്ട് ചെല്ലുന്നത് ഇത് ദീനായിട്ടിക്കർ. ഒന്നും ഇതിൽ ഒണിപ്പാട്ടുകില്ല, ഒന്നും ഇതിൽ കൂട്ടുകില്ല, ഒന്നും ഇതിൽ കുറക്കുകില്ല. അല്ലാഹുര വഹ്ദാനിയത്ത്, ഈ തൗഹീദ് എന്തായിട്ടിക്കർ പ്രവാചകന്മാർ മുഖാന്തരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബത്തും താബീങ്ങവും തബഉ താബീങ്ങവും ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ സലഫു സ്വാലിഹീങ്ങ എങ്ങനെ മനസ്സിലാക്കിറാറാ, അത് മനസ്സിലാക്കുന്നത് മാത്രമായിട്ടിക്കർ ഈ പ്രോഗ്രാമുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ളതായ ഉദ്ദേശ. നോക്കൂ നിങ്ങ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചെന്നതുപോലെ 3-ാമത്തെ അധ്യായ സൂറത്ത് ആൽ ഇമ്രാനിലെ 104 പിന്നെ ഉള്ളതായ ആയത്തിനെ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ, നിങ്ങൾ ഒരു സമുദായം വേണം. എങ്ങനത്തെ സമുദായമായിട്ടിക്കർ, എങ്ങനത്തെ ഉമ്മത്തായിട്ടിക്കർ? യദഊന ഇലൽ ഖൈർ, ഖൈറുക ബേനായിട്ട് വിളിക്കുന്നതായ, നന്മക ബേനായിട്ട് ക്ഷണിക്കുന്നതായ, വയഅ്മുറൂന ബിൽ മഅറൂഫി, നല്ലത് കൊണ്ട് കൽപ്പിക്കുന്നതായ, വയൻഹൗന അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് ബടക്കത്തരത്തിൽ നിന്ന് തടയുന്നതായ ഒരു ഉത്തമമായിട്ടുള്ളതായ ഉമ്മത്ത്, ഒരു സമുദായ നിങ്ങൾ വേണു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അത്തരത്തിലുള്ളതായ ആൽമാരായി തിക്റാർ വിജയിച്ചതായ ആൽമാർ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമായിട്ട് ചെല്ലുക. ആ ഒരു ദൗത്യമായി തിക്റ് സലഫി പ്രസ്ഥാന അന്നും ഇന്നും ഇനി ഖിയാമത്ത് നാൾത്തോളം നിറവേക്കുന്നത്. ആരെയും ആക്ഷേപിക്കുകയായിട്ടല്ല, സത്യം എന്തായി തിക്കറ്, അസത്യം എന്തായി തിക്കറ്, പ്രമാണത്തിലെ വെളിച്ചത്തിൽ മനസ്സിലാക്കുള്ളതായ ഏറ്റവും ഒരു സുവർണമായിട്ടുള്ളതായ ഒരു അവകാശമായി തിക്കറ്. തുടർന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുക, വലാ തകൂനു കല്ലദീന തഫറഖൂ, വലാ തകൂനു, ഒരിക്കലും നിങ്ങ ആവകുതീറ, ഒരിക്കലും നിങ്ങ ആയി പോകുതീറ, കല്ലദീന, ഒരു ഭാഗ ആൽമാരെ പോലെ, തഫറഖൂ, അങ്ങ ഭിന്നിച്ചിരാറ്, അങ്ങ പല നിലക്കും ഭിന്നിച്ചിരാറ്, വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായിട്ടുള്ളതായ, ഏറ്റവും വ്യക്തമായിട്ടുള്ളതായ അറിവ് കിട്ടിത്തും അങ്ങ് അതിൽ ഭിന്നിച്ചിട്ടുള്ളാർ, അഭിപ്രായ വ്യത്യാസത്തിലുള്ളാർ, അങ്ങനത്തതായ ആൽമാരെ കൂട്ടത്തിൽ നിങ്ങൾ പെടുകുത്തീറ, അതുപോലെ നിങ്ങൾ ആവുകുത്തീറ. വഉലൈക ലഹും അദാബുൻ അലീം, അത്തരത്തിലുള്ളതായ ആൽമാർക്ക് ഏറ്റവും വേദനമായിട്ടുള്ളതായ, കഠിന കഠോരമായിട്ടുള്ളതായ ശിക്ഷ എത്തിക്കറ്. അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത്, യൗമ തബിയല്ലു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, ഒരു നാല് വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കോർ, ഭയാനകമായിത്തിക്കറ്. അല്ലാഹുരെ ജഡ്ജ്മെന്റ് അവിടേതായ നാളായിത്തിക്കറ്. അണ്ട് ഞങ്ങൾക്കാറും ഇല്ല, ഞങ്ങളെ വിശ്വാസവും ഞങ്ങളെ അമലും മാത്രമായിത്തിക്കറ് ഞങ്ങൾക്ക് കൂട്ടുകൊള്ളത്. ഒരാളും ഞങ്ങളെ റെക്കമെൻഡാക്കുകയില്ല, ഒരാൾ നിന്നുള്ളതായ റെക്കമെൻഡും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കല. ആ നാള് ഏതായിത്തിക്കറ്? അല്ലാഹു സുബ്ഹാനഹു തആല എച്ചരിക്കതണ്ട. അണ്ട് ചില ആൾമാരെ മുഖ ബെൽറ്റ് തയ്ത്തിക്കും, അണ്ടത്തെ നാളിൽ ചില ആൾമാരെ മുഖ കറുത്ത് തയ്ത്തിക്കും.
ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹും, മുഖകർത്തതായ ആൾമാർ ആരായിത്തിക്രാർ? എന്തുകൊണ്ട് തൈത്തിക്കറ്? അകഫർതും ബഅദ ഈമാനിക്കും, അങ്ക് വിശ്വാസ കിട്ടിയെന്ന് പിന്നെ, ഈമാൻ മനസ്സിലായെന്ന് പിന്നെ, വിശ്വാസത്തിലെ മാധുര്യം അങ്ക് ലഭിച്ചെന്ന് പിന്നെയും അങ്ങ് സത്യനിഷേധത്തിക്ക് കടന്നിട്ട് പോണ്ടറ. അത്തരത്തിലുള്ളതായ ആൾമാരുടെ വിഷയത്തിലേക്ക് അള്ളാഹു കേക്കരുത്. അകഫർതും ബഅദ ഈമാനിക്കും, നിങ്ങക്ക് ഈമാൻ കിട്ടിയെന്ന് പിന്നെ സത്യനിഷേധത്തിക്ക് നിങ്ങ പോണ്ടമാ. അതുകൊണ്ട് ഇണ്ടത്തെ നാളില് ഒരു കാരണം ചെന്നിട്ട് നിങ്ങക്ക് രക്ഷപ്പെടുക സാധ്യമേ അല്ല. ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിച്ചതായ ഏതൊന്നൈത്തിക്കറ്, ആ നിഷേധിച്ചതുള്ളതായ അദാബ് ഐത്തിക്കറ്, ശിക്ഷ ഐത്തിക്കറ്, അതിനെ നിങ്ങൾ ആസ്വദിക്കറു, അതിനെ നിങ്ങൾ അനുഭവിക്കറു. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുക, മുഖം പ്രകാശിച്ചതായ ആൾമാർ അണ്ടത്തെ നാളില് ഫഫീ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിലൈത്തിക്കറങ്ങ. ഹും ഫിയാ ഖാലിദൂൻ, അതിലങ്ങ് നിത്യവാസിയായിത്തിക്കറാർ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഞങ്ങളെ ഈ ദുനിയാവുടെ ജീവിതത്തിലെ ഏറ്റവും പരമമായിട്ടുള്ളതായ ലക്ഷ്യം എന്തായിത്തിക്കറേ? ഈ ദുനിയാവില് അള്ളാഹു ഇട്ടതായ ആയുസ് അത് എത്രത്തോളം ചെന്ന് ഞങ്ങൾക്ക് പിടിയില്ല, ഏത് സമയത്തോളം ചെന്ന് ഞങ്ങൾക്ക് പിടിയില്ല. എത്ര എത്ര ആൾമാരുടെ മരണ വാർത്ത ദൈനംദിനമായിട്ട് ഞങ്ങൾ കേട്ടോണ്ടുള്ള. മരണത്തിക്ക് ബാല്യത്തിനകറ്റയില്ല, യൗവനത്തിനകറ്റയില്ല, വാർദ്ധക്യത്തിനകറ്റയില്ല, രോഗത്തിനകറ്റയില്ല, അനാരോഗ്യത്തിനകറ്റയില്ല. അള്ളാഹുരെ ബിലി എപ്പൈത്തിക്കറ്, ആ ബിലിക്ക് ഉത്തര കൊടുത്തു പോണേ, അതിൽ ആർക്കും സംശയമില്ല. നിരീശ്വരവാദിക്ക് പോലും ആ വിഷയത്തിൽ ജണ്ടഭിപ്രായമില്ല. എത്ര എത്ര ഞെട്ടിപ്പിക്കുന്നതായ മരണവാർത്ത ഞങ്ങൾ കേട്ട. ഇന്നലെ ഇത്തിക്കറ് കറുവേല് ചെല്ലതായ ഒരു ജാഗല് 16 വർഷത്തിലെ ഒരു പെണ്ണ്, ഒരു പ്രോബ്ലമുമില്ല, സുഖകരമായിട്ട് ജീവിച്ചിട്ട് പഠിച്ചുകൊണ്ടിരുന്നതായ ഒരു പെണ്ണ് 1 ഗಂಟത്തോളം എക്സാമുക്ക് പഠിച്ചിട്ട് 2 ഗಂಟയാകുമ്പോ കിടന്നിട്ട് ഉറങ്ങിട്ട് സുബൈക്ക് ഉമ്മ വിളിക്കുന്നതായ സന്ദർഭത്തിൽ എനിക്കില്ല മയ്യത്തേറ്റിക്കർ. സഹോദരന്മാരെ ചിന്തിക്കോറു, ഇതേറ്റിക്കർ മരണ അള്ളാഹു ആ കുടുംബത്തിക്ക് ക്ഷമരയും സബൂറയും കൊടുക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് ചെന്നതുപോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും എല്ലാ തടിയും മരണത്തിന്റെ രുചി നോക്കുകയുണ്ട്, അതിൽ സംശയമേ ഇല്ല. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, അതല്ല വിഷയ. മരണ ഹക്കായിത്തിക്കർ, അതിൽ ജണ്ടഭിപ്രായമില്ല. മരണാനന്തര ഉള്ളതായ ജീവിതമായി തിക്കറ്, ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പൂർണ്ണമായിട്ടുള്ളതായ പ്രതിഫല നാളെ ഖിയാമത്ത് നാളിൽ തണ്ട. ആ സന്ദർഭത്തിൽ ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ശുദ്ധ ഖുർആൻ 3-ാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാനിലെ 185-ാമത്തെ ആയത്തേത്തിക്കറ് പൂർണ്ണമായിട്ട് പ്രതിഫല കൊടുക്കുന്നതായ ആ നാളില് ഏതൊരുത്തരെ നരകത്തിൽ നിന്ന് ദൂരാക്കിത്ത് സ്വർഗത്തിക്ക് കടത്തിത്ത ഫഖദ് ഫാസ്, അവന് തീർച്ചയായിട്ടും അവന് വിജയിച്ചു പോയ. ഈ ദുനിയാവിലെ ഐഹികമായിട്ടുള്ളതായ ജീവിത ഇത് വഞ്ചനല്ലാതെ വേറെ എന്തും ഇല്ല, വഞ്ചനരെ ചെരക്കല്ലാതെ വേറെ എന്തും അല്ല ചെന്ത് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുക. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയാൾ ചെന്ന പലക്കണിങ്ങ നോക്കോർ എന്താ ഇത്തിക്കറ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെന്ത് അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൻഖിബഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്റെ കുഞ്ചിക്ക്
കൈവച്ചിട്ട് ഒരു സഹോദരനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുഞ്ചിരെ പിടിച്ചിട്ട്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത്, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, നീ ഈ ദുനിയാവിലു ഒരു വിദേശിയെ പോലെ നീ ജീവിക്കണു. വിദേശത്തേക്ക് പോയവണു ഇന്നല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ടെങ്കിൽ അവൻ്റെ രായത്തേക്ക് അവന് മടങ്ങിയെത്തണേ. അവനക്ക് വിദേശ ഒരിക്കലും ശാശ്വത അല്ല. അതേപോലെ ആയിട്ട് വേണു നിന്റെ ജീവിതം ഈ ദുനിയാവരത്ത്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ നീ ഒരു വയ്യാത്രക്കാരനെ പോലെ ജീവിക്കണു. ഒരു മുസാഫിറിന്റെ ജീവിതം എങ്ങനെ മൈത്തിക്കറേ, എപ്രകാരം ഐത്തിക്കറേ, അതേപോലെ ഐത്തിക്കറേ നിന്റെ ദുനിയാവുരെ ജീവിത ചെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടിരുന്നതായ ഒരു ഫലക്കമുണ്ട്. ഇദാ അംസൈത, അസറായണ്ടായെങ്കിൽ ഫലാ തന്തളിരി സ്വബാഹ, നീന് പ്രഭാതത്തുക്ക് നീന് നോക്കുക തീരാ. അതേപോലെ വൈദാ അസ്ബഹത, സുബഹിയായണ്ടായെങ്കിൽ ഫലാ തന്തളിരിൽ മസാഅ, അസർക്ക് നീന് നോക്കുക തീരാ. വഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക, നിക്ക് രോഗബണ്ടದಕ್ಕೆ മുന്നಲು, നീന് അനാരോഗ്യത്തിലാവുടದಕ್ಕೆ മുന്നಲು, നിന്റെ ആരോഗ്യം, നിന്റെ ഹെൽത്തിനെ നീന് നന്നാക്കണോ. ഏത് സമയത്തും അനാരോഗ്യത്തിലാവാം, ഏത് സമയത്തിലും രോഗത്തിലാകാം. എത്ര ആൾമാർ മാരകമായ രോഗത്തിൽ എത്തിയതായ എത്ര ആൾമാരുള്ളാറ്. ക്യാൻസറ് 4th സ്റ്റേജിക്ക് എത്തിത്ത് മരണത്തിനെ പ്രതീക്ഷിക്കുന്നതായ എത്ര ആൾമാരുള്ളാറ്. ഒരു വാർത്തിൽ 2ഉം 3ഉം ഡയാലിസിസ് ആക്കുന്ന എത്ര ആൾമാരുള്ളാറ്. അതേപോലെ എത്ര മാരകമായിട്ടുള്ളതായ രോഗം പിടിപെട്ടിട്ട് ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലും മയ്യാവത്ത് വരെ ആഗ്രഹിക്കുന്നതായ എത്ര ആൾമാരുള്ളാറ്. അങ്ങ് ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇത്തരത്തിലുള്ളതായ രോഗത്തിന് ഞാൻ എത്തിച്ചേരുവ ചെന്ന് ഒരിക്കലും അങ്ങ് ആഗ്രഹിച്ചതായ ആൾമാരല്ല. അതായിത്തിക്കറ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെന്നത്, നിന്റെ ഹയാത്തിനെ നീന് നന്നാക്കണു, നിക്ക് മൗത്ത് ബന്ധിയത്തിനക്ക് മുന്നല്ലോ. അതേപോലെ നീന് രോഗിയാവുടದಕ್ಕೆ മുന്നല്ലോ നിന്റെ ആരോഗ്യത്തിനെ നീന് നന്നാക്കി തെടുക്കണു. അവിടെ എത്തുവേണു അള്ളാഹു തന്നതായ ആരോഗ്യ, ഈ സുന്ദരമായിട്ടുള്ളതായ ആരോഗ്യ. അത് എത്ര വലിയതായ നിഅമത്തൈതിക്കർ, അത് എത്ര വലിയതായ നിഅമത്തൈതിക്കർ. ಅದಕ್ಕೆ ಬೆಲೆ ಕಟ್ಟೋಕು ಸಾಧ್യമೇ ಅಲ್ಲ. ಈ ആരോഗ്യത്തിനെ എത്ര ആൾമാർ ദുരുപയോഗപ്പെടുത്തുറാർ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുക്ക് എതിരായിട്ട് ദേഹിച്ചക്ക് ബലിപശുവായിട്ട് അള്ളാഹു തന്നതായ ആരോഗ്യത്തിന് ദുരുപയോഗപ്പെടുത്തുന്ന എത്ര ആൾമാർ. മൃഗത്തിനെ കാട്ടും അകപ്പതിച്ചവനായ നിലക്ക് ജീവിക്കുന്നതായ എത്ര ആൾമാർ. അതുകൊണ്ട് തൈത്തിക്കര് ഒരു ഉമ്മ അബ്ബര് ദൗത്യ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാറ്റത് നിങ്ങളെ മക്കൾക്ക് ആദ്യമായിട്ട് നിങ്ങളെ മടിത്തട്ടിൽ ചെന്നു കൊടുക്കണം. ഏത് അള്ളാഹുരെ വിഷയത്തിക്കര്, അള്ളാഹുരെ വിഷയത്തിക്കര്, റബ്ബുരെ വിഷയത്തിക്കര്, അള്ളാഹുരെ പരിചയാക്കിട്ട് കൊടുക്കണോ, അള്ളാഹുരെ റസൂലിനെ പരിചയാക്കിട്ട് കൊടുക്കണോ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പരിചയാക്കിട്ട് കൊടുക്കണോ. അത് നിങ്ങൾ നിന്ന് സാധിച്ചിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മക്ക തെരുത്തപ്പല്. നിങ്ങളുടെ മക്ക ഒരിക്കലും അനിസ്ലാമികമായിട്ടുള്ള കാര്യത്തിൽ ഏർപ്പെടല്. സഹോദരന്മാരെ, മുസ്ലിം സമുദായം നോക്കിത്ത് നാണിക്കുന്നതായ ലജ്ജിക്കുന്നതായ ഏറ്റവും നീചമായിട്ടുള്ളതായ സമ്പ്രദായ പോലും ഇന്ത്യ ഇസ്ലാമുടെ പേരിൽ പല നിലക്കും കടന്നുകൊണ്ടുണ്ട്. ഒരു മങ്ങിലാവുടെ ഉണ്ടായെങ്കിൽ എത്ര സുന്ദരമായി തിക്രി ഇസ്ലാമുടെ വിവാഹ എത്ര സൗകര്യപ്പെടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല തന്ന ഒരു കുടുംബത്തിക്കുള്ളതായ തുടക്കമായി തിക്കരെ എത്ര സുമധുരമായി തിക്കരെ ആ ദാമ്പത്തിക ജീവന നന്നാക്കി എടുത്തിട്ട് ഖുർആനുരെയും സുന്നത്തുരെയും അടിസ്ഥാനത്തില് നല്ല ഒരു ദാമ്പത്തിക ജീവന, വൈവാഹിക ജീവന, ഒരു കൗട്ടുംബിക ജീവനാക്കി ഉണ്ടായെങ്കില് നാളെ പരലോകത്തിൽ അതിൽ നിന്ന് വിജയം നേടിയെടുക്ക, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. ഇണ്ടത്തെ ഇസ്ലാമരെ വിവാഹം നിങ്ങൾ നോക്കൂ.
വിവാഹത്തിന് മുന്നലു ഏതെല്ലാം അനിസ്ലാമികമായിട്ടുള്ളതായ കാര്യമായി തിക്കറ് ഹലതി മങ്ങില ചെല്ലത് വേറെ മെഹന്തിരെ പേരിലാക്കുന്നതായ നാനാനത്തിற்குള്ളതായ ഏറ്റവും മോശമായിട്ടുള്ള നീചമായിട്ടുള്ളതായ വൃത്തികെട്ടതായ കാര്യങ്ങൾ വേറെ അതേപോലെ മങ്ങിൽത്തിര മുന്നലും പിന്നെയും ഒരുപാട് പണത്തിരെ ദൂർത്തടിച്ചിട്ട് അനിസ്ലാമികമായിട്ട് ഹറാമുരെ കൂട്ടിക്കലർത്തിട്ട് അമുസ്ലിമീങ്ങളായ ആൾമാർ പോലും നോക്കിത്ത് നാണക്കെട്ടതായ തലന്താത്തിരതായ ഒരു നീചമായ ഒരു സമ്പ്രദായ ഇന്ന് ഇസ്ലാമുരെ പേരിലുള്ളതായ വിവാഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ ഇത് നിപ്പിക്കണ്ടേ, ഇതൊക്കെ പൂർണ്ണമായിട്ടുള്ള ബോധന കൊടുക്കണ്ടേ? അതായി തിക്കറിനങ്ങ ചെന്നുകൊണ്ടുള്ളത്. ചില ആൾമാർ ചെല്ലുന്നത് അങ്ങ് പുതിയ മതത്തിലെ ആൾമാരായി തിക്കറാറ്, അങ്ങ് നൂതനവാദിയായ ആൾമാരായി തിക്കറാറ്, പുതിയത് ദീനുൽ ഇസ്ലാമുടെ പേരിൽ കൊണ്ടുവന്ന ആൾമാരായി തിക്കറാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സാധാരണ മനുഷ്യന്റെ ചില ആൾമാരായി തിക്കറാറ്. അങ്ക് പ്രാർത്ഥനയില്ല, ദിക്റില്ല, സ്വലാത്തില്ല, ഒന്നുമില്ല ചെന്ന് പാവപ്പെട്ട മുഗ്ധ ആൾമാരെ മനസ്സിക്ക് വേണ്ടാത്തതായ ദുർബോധന ഇട്ടുകൊടുക്കുന്നതായ ഗൂഢമായിട്ടുള്ളതായ തന്ത്ര അന്നും ഇന്നും ചില ആൾമാരെ നടത്തിക്കൊണ്ടുള്ളാറ്. ഇത് പുതിയതെന്തുമല്ല. ഈ തൗഹീദിന്റെ പ്രബോധന തുടങ്ങിയത് മുതൽ ഇണ്ടത്തോളമായുള്ള ഒരു വിഷയത്തിക്കര് ഇത് ഖിയാമത്ത് നാൾത്തോളം നടന്നുകൊണ്ടിരിക്കര്. നാണ് വിശദീകരിക്കില്ല, ഞങ്ങ എന്തും പുതിയത് കൊണ്ടുവന്നില്ലേ. ഒന്നും ഇസ്ലാമുടെ പേരില് ആരെങ്കിലും ഒരുത്ത പുതിയത് കൊണ്ടുവന്നിട്ടെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതുപോലെ ഫൽയതബവ്വഉ മഖ്അദഹു മിനന്നാർ, അവന് നരകത്തിൽ നിന്ന് അവന്റെ സീറ്റ് അവന് കാത്തു തയ്ക്കട്ടെ. മഹാന്മാരായ പ്രവാചകന്മാർ ഞങ്ങളെ സമുദായത്തിന് ഞങ്ങളെ ഉമ്മത്തിന് എന്തായിത്തിക്കര് പടിപാട്ടിയത്? ഞങ്ങളെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊന്നൈത്തിക്കര് ഞങ്ങൾക്ക് പടിപാട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ളതായ പ്രവാചകന്മാർ ഞങ്ങളെ ഉമ്മത്തിന് സമുദായത്തിന് ഏതായിത്തിക്കര് പടിപാട്ടിയത്? അതേ ഐത്തിക്കര് നോക്കൂ. നിങ്ങ വിശുദ്ധമായ ഖുർആനിലെ 26-ാമത്തെ അധ്യായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബുരെ പരിചയാക്കുന്നത് നിങ്ങൾ നോക്കൂ. ആരായി തിക്കറ് എന്റെ റബ്ബ് ചെന്നിട്ടെങ്കിൽ അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിച്ച, എന്നെ സന്മാർഗത്തിലാക്കിയ അവനായി തിക്കറ് എന്റെ റബ്ബ്. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, എന്റെ റബ്ബ് ആരായി തിക്കറ? ഏതൊരുത്തനായി തിക്കറ് എന്റെ റബ്ബ്? നക്ക് ആഹാര തന്നവനായി തിക്കറ, നക്ക് ഭക്ഷണം തന്നവനായി തിക്കറ, ദാഹിച്ചപ്പ നക്ക് നിന്റെ ദാഹം തീർത്തവനായി തിക്കറ എന്റെ റബ്ബു. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, നാണ് രോഗിയായിട്ടെങ്കിൽ നിന്റെ രോഗത്തിനെ ശിഫയാക്കുന്നവനായി തിക്കറ എന്റെ റബ്ബു. നിന്റെ രോഗത്തിനെ ശിഫയാക്കുക ലോകത്ത് ഒരു മഖ്ലൂക്കും സാധ്യമല്ല, ഒരു പടപ്പുക്കും സാധ്യമല്ല. ആരായി തിക്കറ് ചെല്ലത്? ആദർശ പിതാവായിട്ടുള്ളതായ ഖലീലുള്ള ചെന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തതായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമായി തിക്കറ് ചെല്ലത്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ, നാണ് തപ്പാക്കിയെങ്കിൽ നിന്റെ തപ്പുരെ നക്ക് പുറത്തു തണ്ടത് നിന്റെ റബ്ബായി തിക്കറ. എപ്പായി തിക്കറ്? വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, നാളെ പ്രതിഫലത്തിര നാളില് ഖിയാമത്ത് നാളില് മനുഷ്യന്റെ നന്മയും തിന്മയും വേർതിരിക്കുന്നതായ അള്ളാഹുരെ കോർട്ടുല് പരലോകത്തിൽ ഹിസാബിന്റെ സന്ദർഭത്തില് നിന്റെ തപ്പുരെ നിന്റെ തപ്പുരെ നക്ക് പുറത്തു തന്നിട്ട് നിന്നെ സ്വർഗത്തേക്ക് കടത്തിറവനായി തിക്കറ നിന്റെ റബ്ബു. ആ റബ്ബായി തിക്കറ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെല്ലത് വലാ തുഖ്സിനി യൗമ യുബ്ഹസൂൻ, പടച്ച റബ്ബേ ഉയർത്തെഴുന്നേൽപ്പുര നാളില് ഒരിക്കലും തന്നെ നീന് അപമാനത്തിലാക്കണ്ട, ഒരിക്കലും തന്നെ നീന് ബേസത്തിലാക്കണ്ട റബ്ബേ. ഏതായി തിക്കറാ നാള്? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അണ്ടത്തെ നാള് ചെന്നിട്ടെങ്കിൽ ഒരു മുതലും ഒന്നും ഉപകാരപ്പെടാത്തതായ അന്നത്തെ നാളായി തിക്കറ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായിട്ടുള്ളതായ രക്ഷപ്പെട്ടതായ ഹൃദയത്തോട് കൂടിയിട്ട് സർവ ജഗന്യന്താവായ മാലിക്കുൽ മുലൂഖായ
പടച്ച റബ്ബുരെ സമീപിച്ചവനുകല്ലാതെ ഒരു നിലക്കും ബച്ചവില്ലാത്തതായ അണ്ടത്ത നാളില്. അതുകൊണ്ടു സഹോദരന്മാരെ സഹോദരിമാരെ, ആ റബ്ബൈത്തിക്ര ഞങ്ങളെ റബ്ബു, ആ റബ്ബുരൈത്തിക്ര ഞങ്ങൾ അറിയണായത്, ആ റബ്ബു ഏൽപ്പിച്ചതായ ദൗത്യം എന്തായിത്തിക്കറ്, അത് തൻ്റെ സമുദായത്തിക്ക് ഏൽപ്പിച്ച ആൽമാറായിത്തിക്കാറ് പ്രവാചകന്മാർ റസൂലുമാർ അങ്ങ് കാട്ടിത്തന്നതായ തരീക്ക എന്തായിത്തിക്കറ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമറെ മില്ലത്തിൽ ഒതുങ്ങിത്ത് ജീവിക്കുന്നു ചെല്ലത് മാത്രമായിത്തിക്കറ് സലഫി പ്രസ്ഥാന ചെന്നുകൊണ്ടുള്ളത്. അത് ചെല്ലുമ്പൊത്ത് കൈത്തിക്കറ് ആൽമാർക്ക് തടയുകാവില്ലേ. അതുകൊണ്ടു ചെല്ലുകൊള്ളത് അള്ളാഹു അങ്ക് ഹിദായത്ത് കൊടുക്കട്ടെ, സന്മാർഗത്തിലെ ബിൽച്ച അള്ളാഹു കാട്ടി കൊടുക്കട്ടെ. ഈ പ്രോഗ്രാം ഹിദായത്തുള്ളതായ ഒരു തെരുവാക്കിത്ത് കൊടുക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.